കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലേ? അപ്പൊ കോൺഗ്രസിന്റെ ഭരണം മോശമായതുകൊണ്ടല്ലേ ഇവര് വന്നേ. 30 കൊല്ലം മുമ്പുള്ള അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം ഒരു ഗൃഹസ്ഥനായില്ലേ. 2 പെൺകുട്ടികളുണ്ടെന്ന് എപ്പോഴും വലിയ അഭിമാനത്തോടെ പറയും. ആ പെൺകുട്ടികൾക്ക് മേയറുടെ പ്രൊട്ടക്ഷനിലാണ്ട് സ്വസ്ഥമായിട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ഈ ഉണ്ണിയാർച്ചേനെ പോലെയുള്ള പടം പൊരുതാനുള്ള അഭ്യാസം എല്ലാം പഠിക്കുന്ന ഉണ്ണിയാർച്ച പോലെ വാളിട്ട് വീഴ്ചാരെന്ന് എനിക്കറിയില്ല. ഒരു നിയമലംഘനം കണ്ടു. അവര് ഗുണ്ടകളാണെന്നൊന്നും പിന്നെയാണ് ആൾക്കാർ എന്നെ വിളിച്ചു പറയുന്നത്. താങ്ക് യു. എത്ര വയസ്സായി? സ്ത്രീകളോട് വയസ്സ് ചോദിക്കാൻ പാടില്ലെന്നാണ് ഞാൻ താങ്കളുടെ വരുമാനം ചോദിച്ചോ? പെട്ടെന്ന് അച്ഛൻ്റെ കൈകളൊന്നും നിശ്ചലമായി. എന്നിങ്ങനെ നോക്കി, സാരില്ല, നീ എൻ്റെ മകളാണ്, നിനക്ക് നല്ലതേ ചെയ്യാൻ പറ്റുള്ളൂ. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്നല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും അടിസ്ഥാന തത്വം ജനനന്മയാണ്. ഓപ്പൺ ടോക്ക് എന്ന ചാനൽ എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു ചാനലാണ്. ആ ചാനലിലേക്ക് ആദ്യമായി എത്തുന്നത് ഇന്ന് കേരളത്തിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട പത്മജ എസ് മേനോനാണ്. അതായത് എറണാകുളം സൗത്ത് ഡിവിഷൻ കോർപ്പറേഷൻ കൗൺസിലറാണ് പത്മജ എസ് മേനോൻ. നമസ്കാരം. നമസ്തേ. അതായത് ഇന്ന് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ധീര നായികയായിട്ടാണ് പത്മജ എസ് മേനോൻ കാണുന്നത്. ഈ ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത്? എൻ്റെ അച്ഛൻ്റെ അടുത്ത്. എൻ്റെ അച്ഛൻ കേരളം അറിയപ്പെടുന്ന, ഒരു പരിധിവരെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ട്രേഡ് യൂണിയൻ നേതാവ്, ഇൻഡിപെൻഡൻറ്റ് ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റിന് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തത് എസ് മേനോനാണ്. എസ് മേനോൻ്റെ മകളായിട്ട് തന്നെ ജീവിക്കും, മകളായിട്ട് തന്നെ ആത്മാഭിമാനത്തോടെ ഇവിടം വിട്ടു പോവുകയും ചെയ്യും. അതായത് ഡിവൈഫൈൻ്റെ ക്രിമിനൽ അടക്കമുള്ള ഗുണ്ടകളോട് ഒറ്റയ്ക്ക് പോരാടി അവരെ അവിടുന്ന് ഓട്ടിക്കുന്ന രംഗമാണ് വൈറലായി വീഡിയോ വന്നത്. അത്രയും ഗുണ്ടകളോടൊക്കെ ഒറ്റയ്ക്ക് പോരാടണമെങ്കിൽ അസാധാരണ തൻ്റെ ഇടവും ഈ ഉണ്ണിയാർച്ചേനെ പോലെയുള്ള പടം പൊരുതാനുള്ള അഭ്യാസം എല്ലാം പഠിക്കുന്ന ഒരാളെ, അങ്ങനെയൊക്കെയുള്ള ആളാണോ പത്മജ? ഉണ്ണിയാർച്ച പോലെ വാളിട്ട് വീഴ്ചാരെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു നിയമലംഘനം കണ്ടു. അവർ ഗുണ്ടകളാണെന്നൊന്നും പിന്നെയാണ് ആൾക്കാർ എന്നെ വിളിച്ച് പറയുന്നത് അവർ ഗുണ്ടകളാണെന്നൊക്കെ. എന്നെ സംബന്ധിച്ചോളം കുട്ടികൾ, എൻ്റെ മക്കളിന് നല്ല പ്രായമായൊരു സ്ത്രീയാണ്. എൻ്റെ മക്കളുടെ പ്രായമുള്ള ആൾക്കാർ ഒരു നിയമലംഘനം നടത്തിയപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നിയമലംഘനമാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് അതിനുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. മുഴുവൻ അഴുക്ക് കിടക്കുന്നു. ഡെങ്കുപ്പനി, വൈറൽ ഫീവർ. ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് എല്ലാം ഞാൻ കാണുന്നതാണ്, കേൾക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിനുള്ള ലൈസൻസ് ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ആ വീഡിയോ കേൾക്കുന്നില്ല. അല്ലാണ്ട് ഒരു ഗുണ്ടകളെ അഭിസംബോധന ചെയ്യുകയോ അവരോട് പോരാടാനോ ഒന്നും വേണ്ടിയല്ല ഞാൻ വരുന്നത്. ഞാൻ ഇപ്പോഴും ഇങ്ങനെ നടന്ന ലൈസൻസ് ഉണ്ടോ എന്ന് എല്ലാ തട്ടുകടകളിലും ചോദിക്കുന്നു. അപ്പോൾ ഒരു വലിയ ഞങ്ങളുടെ വാക്ക് വേ മുഴുവൻ എടുത്ത് റോഡിലേക്ക് കാലും നട്ടി ഒരു തട്ടുകട പോലെ വച്ചിരിക്കുമ്പോൾ ഞാനിത് ഡിവൈഫൈ കാണുന്നില്ല. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു വെള്ള ഇതേ ഉള്ളൂ. റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് വയനാടിൻ്റെ തട്ടുകട എന്നൊക്കെ പറഞ്ഞ് കാണുന്നത്. അപ്പം ഞാൻ ഗുണ്ടകളെയല്ല അഭിസംബോധന ചെയ്തിരിക്കുന്നത്. എൻ്റെ മക്കൾ അവർ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ പറയും. ഒരു കൗൺസിലർ എന്ന നിലയിൽ അതും ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ. അപ്പോൾ ഇന്നലെ വേറൊരു കൗൺസിലർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വനിതയാണ്, പത്മജ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയത്? കാരണം അവർ LDFിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. നമുക്കൊരു കേസ് കൊടുത്താൽ പോരെ? കേസുകളൊക്കെ ഏത് വഴി പോകുമെന്ന് എനിക്കറിഞ്ഞൂടെ? ഞാനും ഒരു കൗൺസിലറല്ലേ. ഒന്നിനും ആർത്തവം മുതൽ ഇങ്ങോട്ടേക്ക് കൊടുത്ത കേസുകൾ ഒക്കെ അവിടെ കിടക്കുകയാണ്. ഒരു നിയമ നടപടിയില്ല, ഒന്നുമില്ല. അപ്പോൾ ചുമ്മാ അങ്ങനെ കൊടുക്കാനല്ലല്ലോ കേസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു വിധി വരണ്ടേ? എത്ര പോക്സോ കേസുകൾ, എത്ര സ്ത്രീകൾക്കെതിരെയുള്ള അബ്യൂസിങ്. ഇത് ഞാനൊരു ജേർണലിസ്റ്റായിരുന്നു. സ്ത്രീകൾക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ 7 ദിവസം മാതൃഭൂമി ചാനൽ സീരിയലൈസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പ്രതികരിക്കാൻ മറന്ന നമ്മൾ എന്ന പേരിൽ ഒരു കോളം ഞാൻ ചെയ്തിരുന്നു. അതെ, ശരിക്കും പത്മജ എസ് മേനോൻ ആരാണ് ശരിക്കും? ഇത്രയും തൻ്റെ ഇടവും ഇത്രയധികം മറവും അവിടെ ഉറച്ചു നിന്ന് പോരാനുള്ള ആ ശക്തിയും ഒക്കെ കിട്ടണമെങ്കിൽ പിന്നിലൊരു ചരിത്രമുണ്ടല്ലോ. ആരാണ് ശരിക്കും പത്മജ എസ് മേനോൻ? സത്യം പറയുകയാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. ഞാൻ ശരിക്കും ജേർണലിസ്റ്റ് ആവാൻ ആഗ്രഹിച്ച ആളല്ല. എൻ്റെ അമ്മ ഡോക്ടറാണ്, അച്ഛനൊരു കെമിസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും നമുക്കുണ്ട്, ഡോക്ടറുടെ മക്കൾ ഡോക്ടറാകുക, എഞ്ചിനീയറിൻ്റെ മക്കൾ എഞ്ചിനീയർ ആവുക, വക്കീലിൻ്റെ മക്കൾ വക്കീലാവുക, അങ്ങനെ. അപ്പോൾ ഞാൻ ആദ്യമേ തീരുമാനിച്ചു ഞാൻ ഡോക്ടറാവില്ല എന്ന്. കാരണം അമ്മ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു, ഓഡ് അവേഴ്സിലൊക്കെ വരും. അപ്പോൾ ഞാൻ പറയും ഞാൻ കെമിസ്ട്രി എടുത്ത് ഡോക്ടറേറ്റ് എടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സ്കോളർഷിപ്പ് കിട്ടി. ഞാൻ സ്വിറ്റ്സർലൻഡിൽ
ഗേൾ ഗൈഡിങ്ങിൽ സ്കോളർഷിപ്പ് കിട്ടിയിട്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സ്വിറ്റ്സർലൻഡിൽ പോവാം. അപ്പോൾ ഇവിടെ എങ്ങും എയർപോർട്ടൊന്നുമില്ല. ഇറ്റ് വാസ് ഇൻ 1983. നമ്മൾ യൂണിഫോമൊക്കെ ഉണ്ട്. ബോംബെ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ പലരും ചോദിക്കുക, കേരളത്തിൽ നിന്നൊരു പെൺകുട്ടി സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് എന്ത് ഭാഷയിൽ സംസാരിക്കും? അപ്പോൾ എനിക്ക് ഇത്ര ഇംഗ്ലീഷൊന്നും അറിയില്ല, മലയാളം മീഡിയത്തിലാണ് പഠിച്ചേക്കണേ. അച്ഛന് നിർബന്ധമായിരുന്നു, അച്ഛൻ്റെ തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന സാഹചര്യത്തിൽ തന്നെ എൻ്റെ മക്കളും പഠിക്കണമെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഗേൾസ് ഹൈ സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് സെൻറ്റ് തെരേസാസിൽ ഗവൺമെൻറ് ഗ്രാൻറ്റിന് വേണ്ടി ഒരു മലയാളം മീഡിയം ഉണ്ട്. അവിടെ സാധാരണക്കാരുടെ മക്കളാണ്, ബാക്കി എല്ലാവരും വലിയ വലിയ. ഇപ്പോൾ സുജാത പാട്ട് പാടുന്ന എൻ്റെ ഫസ്റ്റ് കസിൻ്റെ മകളാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. സുജാത മോഹൻ പാട്ട് പാടുന്നത്. അപ്പോൾ സുജു അടുത്ത ബി ഡിവിഷൻ, ഞാൻ എ ഡിവിഷൻ മലയാളം, ബി ഡിവിഷനിലേക്ക് പോകും. ഞങ്ങൾ ഒരേ വണ്ടിയിലാണ് പോകുന്നത്, അടുത്തടുത്ത് ഒറ്റ മതിൽ ഇതാണ് താമസിക്കുന്നത്, അച്ഛൻ്റെ ഗേറ്റഡ് കമ്മ്യൂണിറ്റി പോലെ. അപ്പോൾ ഞങ്ങൾ മലയാളം എഴുതിയാൽ പഠിച്ചു, മലയാളം മാത്രമേ അറിയുള്ളൂ, ഇംഗ്ലീഷ് അറിയാനും പാടില്ല. പക്ഷേ അതിനൊന്നും ഒരു പ്രസക്തി ഇല്ലാന്ന് എനിക്ക് സ്വിറ്റ്സർലൻഡിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത്. അവിടെ ഫ്രഞ്ച് സംസാരിക്കുന്നു, ജർമ്മൻ സംസാരിക്കുന്നു, ഇറ്റാലിയൻ സംസാരിക്കുന്നു, എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാനും ഇംഗ്ലീഷ് പറയുന്നു, എല്ലാത്തിനും ട്രാൻസ്ലേഷൻ ഉണ്ട്. അവിടെ വളരെ നന്നായിട്ട് ഞാൻ പ്രകടനം കാഴ്ചവെച്ചു. അപ്പം മാതൃഭൂമിയിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞൊരു, ആ സമയത്തൊക്കെ വളരെ റെയറാണ് ആൺകുട്ടിയായപ്പോഴും പുറത്തേക്കൊരു സ്കോളർഷിപ്പ് കിട്ടിപ്പോകുന്നത്, ഒരു യാത്രാ വിവരണം എഴുത്തായിരുന്നു. അതിന് മുമ്പേ ഒരു ഏത് കോളേജിൽ ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്, യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ, കഥാരചന കവിതാരചനയിലൊക്കെ. പഠിച്ചതൊക്കെ സെൻറ്റ് റിസാസ് തന്നെ, കോളേജും സെൻറ്റ് റിസാസ് തന്നെ. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു 2 പ്രാവശ്യം സെൻറ്റ് റിസാസ് കോളേജിൽ നിന്ന്. അപ്പം എല്ലാത്തിലുണ്ട് ഞാൻ, ഖോഖോയിലുണ്ട്, ടേബിൾ ടെന്നീസിലുണ്ട്, ഡാൻസിലുണ്ട്, പാട്ട് വെച്ച് ബാക്കി എല്ലാത്തിലുണ്ട്. അപ്പോൾ അവർ എനിക്ക് അങ്ങനെ എഴുതാനൊന്നുമില്ല, നിങ്ങൾ എഴുതിക്കോളൂ എന്ന് പറഞ്ഞ് എഴുതി. ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞത് 4 ഇഷ്യൂയിലേക്ക് പോയി, ആ സ്വിറ്റ്സർലൻഡ് യാത്രാ വിവരണം. അപ്പം ഞാനിവിടെ ഒരു വൈറലായി എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് ഇങ്ങനെ ഞാൻ സാധാരണ എഴുതുന്ന പോലെ, സാഹിത്യ നിഘണ്ടുവിൽ നിന്ന് വലിയ വലിയ വായിക്കൊള്ളാത്തതൊന്നും സാധാരണ എഴുതുന്ന പോലെ. അപ്പം മാതൃഭൂമിൻ്റെ റിസൾട്ട് പോലും വന്നിട്ടില്ല, ഒരു ഓഫർ വെച്ചു അവിടെ ചേരാനായിട്ട്, ലൈനറായിട്ട്, ഇതായിട്ട്. അങ്ങനെ ഞാൻ ചേർന്നു. പിന്നെ മാതൃഭൂമി അന്ന് MD നാലാപ്പ എനിക്ക് തന്ന എക്സ്പോഷർ 83-ലാണെന്ന് ഓർക്കണം. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ LTT മിലിറ്റൻസിൻ്റെ ഹൈഡ് ഔട്ട് കണ്ടുപിടിച്ച് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പോകണം. പോയിക്കോളൂ, ഞാൻ തനിച്ചാണ്. ഞാൻ ചെന്നു, എന്നെ കണ്ടാലും ഒരു LTT കാര്യമാണെന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മ. എനിക്ക് ഭയങ്കര നീണ്ട തലമുടി, കറുത്ത് കരിവാളിച്ച്, ഞാൻ എപ്പോഴും പുറത്താ, ഔട്ട്സൈഡ് പേഴ്സൺ ആണ്. പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടാലും വെളുത്ത സുന്ദരിയായി 30-30 വയസ്സല്ലേ തോന്നുള്ളൂ. താങ്ക് യു. സ്ത്രീകളോട് വയസ്സ് ചോദിക്കാൻ പാടില്ലെന്നാണ് ഞാൻ താങ്കളുടെ വരുമാനം ചോദിച്ചോ? പുരുഷന്മാരോട് വരുമാനവും സ്ത്രീകളോട് വയസ്സും ചോദിക്കരുത്, അതറിയില്ല. സിനിമാ നടികൾ പറയുന്നൊരു സംഭവം ഞാൻ പറയില്ല. അപ്പോൾ ശരിക്കും കണ്ടാൽ ഒരു 10, 25, 30 വയസ്സ് മാത്രം തോന്നിക്കുന്ന, കന്നഡ വയ്ക്കാറായി. അല്ല, ഒരു പ്രഥമ ദൃഷ്ടിയ തോന്നുന്ന ഒരാള് നേരത്തിൽ വന്ന് ഫൈറ്റ് ചെയ്യാണ്, BJP ഇവരുടെ ഗുണ്ടകളായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഇതാണ് പൊതുവെ. അങ്ങനെ ഫൈറ്റ് എന്നല്ല, ഞാനൊരു നിയമപരമായ കാര്യം ചോദിച്ചു. കാരണം തലേദിവസം അവർ കട നടത്തിയെന്ന് പറയുന്നു, അതിന്റെ വേസ്റ്റ് ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടും പറയും ഞാൻ കൊണ്ടിട്ടതാണെന്ന് വേസ്റ്റ്. എനിക്കെന്താ വട്ടുണ്ട്, എൻ്റെ സ്വന്തം ഡിവിഷനെ ഞാനിങ്ങനെ കാണിക്കുമോ? പിറ്റേ ദിവസമാണെങ്കിൽ അവരുടെ കെട്ടിയിട്ട് പോയില്ല, തുറന്നു കിടക്കാണ് ചാക്കിൽ. അതിൽ മുഴുവനും ഈ യൂസ്ഡ് പ്ലേറ്റ്സും എന്താ പറഞ്ഞ പുഴു അരിക്കുന്നുണ്ട്, ലാവകൾ, മഴ പെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഇതൊക്കെ കോർപ്പറേഷൻ മേയർ കാണുന്നില്ല, മേയർ ഫോൺ എടുക്കുന്നില്ല. ഇന്നലെ ഒരു രസമുണ്ട് കേട്ടോ. ഇന്നലെ മന്ത്രി രാജേഷ് വന്നിട്ട് എൻ്റെ ഡിവിഷനിൽ ഗേൾസ് ഹൈ സ്കൂളിലാണ്, അതൊന്നും പറയാൻ സമ്മതിക്കണം കേട്ടോ. ജാനുവരിയിൽ തീർന്നതാണ് ലാബുകൾ, ലോകോത്തര ലാബുകൾ 3 എണ്ണം. ഉദ്ഘാടനം ചെയ്യാൻ ആളില്ല, ഉദ്ഘാടകനെ കാത്തു കിടക്കാണ്. ആ ഇയർ പാസ് ഔട്ട് ചെയ്യേണ്ട കുട്ടികൾ എന്നെ കാണുമ്പോഴൊക്കെ പറയും, ആൻറ്റി ഞങ്ങൾ പോണതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യും ആൻറ്റി, ഞങ്ങൾ അതിലൊന്ന് ആക്കി. ഇവിടെ കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്. ജാനുവരിയിൽ കഴിഞ്ഞതാണ്. അപ്പോൾ ആ കുട്ടികൾ പാസ് ഔട്ട് ചെയ്ത് പോയി. ഈ കുട്ടികൾ പാസ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പെങ്കിലും നടക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുതി കൊടുത്തു. ഒരു മറുപടിയില്ല. കഴിഞ്ഞ കൗൺസിലർ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഉദ്ഘാടകനെ കിട്ടിയില്ലെങ്കിൽ മേയർ വരും. മന്ത്രി തന്നെ വന്ന് ഉദ്ഘാടിക്കണം എന്നില്ലല്ലോ, മേയർ വരും. ഇനി മേയറിന് സമയമില്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീയത്തിന് സമയമില്ലെങ്കിൽ ഞാൻ ചെയ്യും. അവിടെയുള്ളൊരു കുട്ടിയെ വെച്ച് നാടൻ മുറിപ്പിക്കും, ഞങ്ങളവിടെ കയറി പഠിക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും തന്നെ ഇന്നലെ കണ്ടു. ഇന്നലെ ആയിരുന്നു ഉദ്ഘാടനം. മേയറെ കണ്ടപ്പോൾ മേയർ പറഞ്ഞു, റേഞ്ചിലെത്തി. ഞാൻ താങ്കൾ പറഞ്ഞ കൊച്ചു കാര്യങ്ങളെ കൊച്ചു കുട്ടികളെ പോലെ കേട്ടോ, പ്രായത്തിലേക്ക് ആണെങ്കിൽ ഞാൻ റേഞ്ചിലെത്തി. എൻ്റെ വീഡിയോന് മറുപടി ഇല്ല, കോളുകൾക്ക് മറുപടി ഇല്ല. അപ്പം മേയർ ഇങ്ങനെ നോക്കട്ടെ,
കാരണം അവിടെ എല്ലാവരും ഉണ്ട്, കുട്ടികളുണ്ട്, അധ്യാപകരുണ്ട്, PTA ആൾക്കാരുണ്ട്, വേറെയും ആൾക്കാരൊക്കെ ഉണ്ട്. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. കല്യാണിക്കുട്ടിയമ്മയുടെ ശിഷ്യ. അതായത് കണ്ണുകൊണ്ടും ചുണ്ടുകൊണ്ടും ഒക്കെ തന്നെ മുദ്രകൾ കാണിക്കുന്നുണ്ട്. ഇപ്പോഴും പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആണ്. ഈ സീസണിൽ 4 ഡാൻസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോഴും പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ഈ ആണ്. ഡാൻസ് ആണോ നമ്മളെ ആരോഗ്യത്തിന്റെ രഹസ്യം? എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും ആയുസുണ്ട്. എൻ്റെ അമ്മമ്മ 98 വയസ്സിലാ പോയെ. അപ്പൊ ഒരു ഏജ് തോന്നിക്കല്ലോ. സാധാരണ നമുക്ക് ആ പറയുന്ന ഒരു ഏജ് എന്നൊക്കെ പറയുന്ന നേരം നമുക്കൊരു കണക്കൂട്ടാലോ. അപ്പൊ അത് പ്രകാരം ഇപ്പോഴും ഒരു 10-20-30 വയസ്സുള്ള ഞാനും ചേച്ചി എപ്പോഴും പറയും കേട്ടോ, നമുക്ക് എന്താ വയസ്സ് തോന്നാത്തേ? നമ്മൾ ചിലപ്പോൾ സൽവാറൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം. പണ്ടൊക്കെ സാരി ഉടുക്കണമല്ലോ. 50 വയസ്സ് കഴിഞ്ഞുകൊണ്ട് മുണ്ട് സെറ്റ് ആവണം. നമ്മളെപ്പോഴും സൽവാറൊക്കെ ഇട്ട് നടക്കണമായിരിക്കും. അപ്പോൾ ചേച്ചി എപ്പോഴും പറയും, നിനക്ക് വയസ്സ് തോന്നുന്നുണ്ടോ? ചേച്ചിയോട് എനിക്കും തോന്നുന്നില്ല, എന്താ അങ്ങനെ. അപ്പോൾ എന്തായാലും ഞാൻ ടേബിൾ ടെന്നീസ് പ്ലെയറാണ്. ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ലേഡി സീനിയർ വൈസ് പ്രസിഡന്റ് ഞാനാണ്. അപ്പോൾ ആ കെയർ ഓഫിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനിൽ ടേബിൾ ടെന്നീസിനെ പ്രതിനിധീകരിക്കാറുണ്ട്. PT ഉഷ മാഡത്തിൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ട്, PV സിന്ധു അങ്ങനെയുള്ള വലിയ വലിയ എന്താണ് ആൾക്കാരുടെ കൂടെയൊക്കെ ഇരുന്നിട്ട് ഇരിക്കാനൊരു ഭാഗ്യവും എനിക്ക്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, അതിനുള്ള പൊക്കമില്ല. പൊക്കമല്ലല്ലോ, പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്ന് അദ്ദേഹത്തിന് പറയാൻ നമുക്ക് പറഞ്ഞാൽ പറ്റൂല. അല്ല, സിനിമാ നടികളൊക്കെ പൊക്കണ്ടായിട്ടാണ് അഭിനയിക്കുന്നത്. എനിക്ക് അതിൽ താല്പര്യമില്ല. എനിക്ക് കുറച്ചും കൂടെ ജനകീയമായ കാര്യങ്ങളിൽ. ഇതില് മേയറുമായിട്ട് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്നെ താരമാക്കിയില്ലേ? ഇനിയിപ്പോ സിനിമയിൽ അഭിനയിക്കുന്ന എന്തിനാ? താരമാക്കിയില്ലേ? വേൾഡ് ഫേമസ് ഇൻ കേരള ആയില്ലേ, അല്ലെങ്കിൽ എറണാകുളം ആയില്ലേ? എവിടെ നിന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നേ. ഇന്നലെ ഓസ്ട്രേലിയയിൽ നിന്നൊരു ഡോക്ടർ കപ്പിൾ ഇങ്ങനെ ഇപ്പോഴും ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് എങ്ങനെ പറ്റുന്നു? ഒരു പരിചയമില്ല. എൻ്റെ കൂടെ യൂണിവേഴ്സിറ്റി യൂണിയനിൽ ഉണ്ടായിരുന്ന ആൾക്കാർ എവിടെ നിന്നൊക്കെയോ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് വിളിക്കുക. കുവൈറ്റ്, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, കാനഡ, കേൾക്കാത്തതും കാണാത്തൊക്കെ രാജ്യങ്ങളിൽ നിന്നൊക്കെ. അപ്പോൾ ചാനലുകൾക്കും അവിടെയൊക്കെ റീച്ച് ഉണ്ട്. മലയാളം എവിടെയുണ്ടോ അവിടെയൊക്കെ ചാനലുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഒറ്റയാൾ പോലും DYFI യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് വേൾഡ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഒരേ നിമിഷം കൊണ്ട് ലോകം മുഴുവൻ. അതെ 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 അതെ. ഈ എറണാകുളത്ത് ഇത്ര സ്റ്റാർ ആയിരുന്ന കോളേജ്, സെന്റ് തെരേസ് കോളേജിലെ സ്റ്റാർ ആയിരുന്ന ഒരാളാകുമ്പോൾ ഓട്ടോമാറ്റിക് അവരെ മനസ്സിലുണ്ടാവല്ലോ കുട്ടിപ്രായം മുതലേ. അപ്പൊ ഇതിന്റെ ചോദ്യം, മേയറുമായിട്ടുള്ള അനുഭവം പറഞ്ഞല്ലോ, മേയറുമായി ആംഗ്യം കാണിച്ചു എന്നുള്ളത്. എന്താണ് മേയറുമായിട്ട് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്? ഇന്നലെ അല്ലേ അതെല്ലാം ഇങ്ങനെ നോക്കിട്ട് അദ്ദേഹം ആൾക്കാർ കാണല്ലോ, ഒന്നും ഉണ്ടായിട്ടില്ല. അവർ ചെയ്ത് തെറ്റാണെന്ന് അവർക്കറിയാമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശശിചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പോയി സെക്രട്ടറിയെ കാണാം, കളക്ടറെ കാണാം, അതുപോലെ ഹെൽത്ത് ഓഫീസറെ കാണാം. നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ റിട്ടേൺ ആയിട്ട്, അതിലെന്ത് നടപടികളെടുത്തു. അന്ന് തന്നെ ചെൽസാസിനി മാഡം ഭയങ്കര സ്മാർട്ടാണ്, IAS ഓഫീസറാണ്, ഇൻസേർട്ടൊക്കെ ചെയ്ത് ചിലപ്പോൾ വരും, പാൻറ് ഷർട്ടൊക്കെ ഇട്ട്. മാഡം പറഞ്ഞു ഇന്ന് എവിക്ഷൻ സ്ക്വാഡ് ഉണ്ട്, നമുക്ക് മാറ്റാമെന്ന്. പക്ഷേ അന്ന് ഉച്ചയായപ്പോഴേക്കും അവരത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ അടിച്ചാലഞ്ചിന് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചതാണ്. അവർ ചോദിച്ചു ഞങ്ങൾ അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്ത് അതൊക്കെ അടിച്ചു തകർക്കുന്നു. എന്തിനാ? ഒരു നല്ലൊരു കാര്യം ചെയ്യുന്നു. നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. അവർ പ്രതീക്ഷിച്ചു ഞങ്ങൾ അവിടെ പോയി അത് അടിച്ചു തകർക്കുന്നൊക്കെ. അത് ഞങ്ങളുടെ ഇതിൽ, ഞങ്ങൾ രാഷ്ട്രസേവകരാണ്. എന്ത് കാര്യം ചെയ്യണമെങ്കിൽ നിയമപരമായിട്ട് ചെയ്യണം എന്നുള്ള ഒറ്റ നിർബന്ധം മാത്രമേ. ഭയങ്കര വാക്കേറ്റമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ശരിക്കും ഭീഷണിപ്പെടുത്തുകയാണ്. നമ്മളതുപോലെ കൃത്യമായി ഫൈറ്റ് ചെയ്യാണ്. ആ ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള മുറുകയാണ്. മുറുകുമ്പോൾ പോലും യാതൊരു പോലീസ് വന്നിട്ട് പോലും ഒരു നടപടിയിലേക്ക് കാണുന്നു. അവർ പറയുന്നുണ്ടല്ലോ, പോലീസിനോട് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ നിയമം അനുസരിക്കില്ല എന്നൊരു നീല ഷർട്ടിട്ടൊരു അദ്ദേഹം പറയുന്നുണ്ട്. DYFIയുടെ എന്തോ ആളാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അവര് പല്ല് കടിച്ച് പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതെ അതെ അതെ. ഞാനൊരു കാര്യം പറയാൻ സമ്മതിക്കണം കേട്ടോ, ഇതൊരു തുറന്ന ചർച്ചയാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാൻ ആയിരിക്കുമ്പോൾ 19 വയസ്സേ എനിക്കുള്ളൂ. അപ്പൊ നമ്മുടെ യുവജനോത്സവം യൂണിവേഴ്സിറ്റി യൂണിയൻ. അപ്പൊ എന്റെ വയസ്സറിയാൻ വേണ്ടിയില്ല. KSUവിന്റെ പാനലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ PT തോമസ് ആണ്. നമ്മൾ സെന്റ് ക്രിസ്താസിന് ജയിക്കുമ്പോൾ നമുക്ക് യാതൊരു രാഷ്ട്രീയവും ഇല്ല. അപ്പോൾ PT തോമസ് വന്ന് എൻ്റെ അടുത്ത്, എനിക്ക് അദ്ദേഹത്തെ അറിയൂല കേട്ടോ, വന്ന് പറഞ്ഞു. തോമസ് എന്തായിരുന്നു? അന്ന് KSUവിന്റെ പ്രസിഡന്റും KSUAയുടെ രമേശ് ചെന്നിത്തല NSUIയുടെ നാഷണൽ പ്രസിഡന്റുമായിരുന്നു കേട്ടോ. അപ്പോൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ പാനലിൽ വൈസ് പ്രസിഡൻ്റായിട്ട്, വൈസ് ചെയർമാനായിട്ട് മത്സരിക്കണം എന്ന് പറഞ്ഞു.
നമുക്കതിലൊരു ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് സെൻറ്റ് റിസാർട്സ് അല്ലേ. അപ്പോൾ അച്ഛൻ രാവിലെ നിന്ന് ഇങ്ങനെ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുക, ഇല്ല ടോയ്ലറ്റിൽ നല്ല മിററൊക്കെ ഉണ്ട്. അച്ഛാ എനിക്കിങ്ങനെ യൂണിവേഴ്സിറ്റി യൂണിയൻ വൈസ് ചാൻസലർ അല്ല വൈസ് ചെയർമാൻ ആവാനായിട്ട് വിളിച്ചിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ. അപ്പം നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ എൻ്റെ വയസ്സ്. ഇത്രയും നേരം കിള്ളി ചോദിച്ചപ്പോൾ വയസ്സ് മനസ്സിലായല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതിനെന്താ, ഞാൻ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുക, മിററിൽ നോക്കിയിട്ട് ഷേവ് ചെയ്തുകൊണ്ടിരിക്കുക. KSUവിൻ്റെ പാനലാണ്. പെട്ടെന്ന് അച്ഛൻ്റെ കൈകളൊന്ന് നിശ്ചലമായി. ഇങ്ങനെ നോക്കി, ആ സാരില്ല, നീ എൻ്റെ മകളാണ്, നിനക്ക് നല്ലതേ ചെയ്യാൻ പറ്റുള്ളൂ. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്നല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും അടിസ്ഥാന തത്വം ജനനന്മയാണ്. ആ സമയത്ത് ആ പാർട്ടിയിലുള്ള ആൾക്കാരാണ് ആ പാർട്ടിയെ നല്ലതും ചീത്തയുമാക്കുന്നത്. നീ SCSMൻ്റെ മകളാണ്, എൻ്റെ മകളാണ്, നിനക്ക് നല്ലതേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ജയിക്കോ നോക്കുമെന്നല്ല, ഇലക്ഷൻ പിന്നെയാണ് നടക്കുന്നത്, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് അതിന്നും എൻ്റെ മനസ്സിൽ ഏത് പാർട്ടിയാണെന്നുള്ളതല്ല, ആ സമയത്ത് ആ പാർട്ടിയിലുള്ള നേതാക്കളാണ് ആ പാർട്ടിയെ നല്ലതും ചീത്തയുമാക്കുന്നത്. പിതാവ് ഏത് പാർട്ടിക്ക് യൂണിയൻ പെട്ടതാണ്? അച്ഛൻ ഇൻഡിപെൻഡന്റ് ട്രേഡ് യൂണിയൻ ആയിരുന്നു. അച്ഛൻ്റെ കൂടെ നമ്മുടെ കാനൻ രാജേന്ദ്രൻ സാറിന് കുറച്ച് നാൾ മുമ്പ്, അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുമ്പ് BTH വന്നപ്പോൾ SCSMൻ്റെ മകളല്ലേ. അന്ന് ചേട്ടാ എങ്ങനെ മനസ്സിലായി? നല്ല മുഖച്ഛായുണ്ട്. അപ്പോൾ ബെന്നി ബെഹനൻ ചേട്ടനാവട്ടെ, പലരും അച്ഛൻ്റെ യൂണിയനിൽ സെക്രട്ടറിമാരായിട്ടുണ്ട്. മേയർ മോഡേൺ ബേക്കറി മുതൽ ടെൽക്ക് വരെയുള്ള സ്ഥലത്ത് അദ്ദേഹം അനിൽകുമാർ സെക്രട്ടറി ആയിട്ടുണ്ട്. അച്ഛൻ മരിച്ചതിന് ശേഷം അദ്ദേഹം പ്രസിഡൻ്റായി ടെൽക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അച്ഛന് അദ്ദേഹത്തിന് ആ ഒരു ബഹുമാനമുണ്ട്. അമ്മ ഞാനൊരു ബൈ ഇലക്ഷനാണ് ജയിച്ചതാണ്, എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, എനിക്ക് പാർട്ടി പ്രവർത്തനമാണ് ഇഷ്ടം. അപ്പോൾ അമ്മയ്ക്ക് കയറി വരാനൊക്കെ വേണ്ട സൗകര്യം ശ്രീ അനിൽജി ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ 5 മിനിറ്റ് നേരം അദ്ദേഹം അച്ഛനെക്കുറിച്ചാണ് സംസാരിച്ചത്. കാരണം ഒറ്റയാളുടെ സത്യപ്രതിജ്ഞ ആകുമ്പോൾ സമയം കിട്ടും, മറ്റേത് 74 പേരും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു ഉള്ള ആൾക്കാർക്കും ബഹളമൊന്നുമില്ല. 5 മിനിറ്റ് അദ്ദേഹം എൻ്റെ അച്ഛനെക്കുറിച്ചാണ് അവിടെ സംസാരിച്ചത്. അങ്ങനെ ഒരു മാന്യ വ്യക്തിയുടെ മകളാണ് പത്മജ എസ് മേനോൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നെ വെൽക്കം ചെയ്തത്. അപ്പം ഞാൻ കഴിഞ്ഞ കൗൺസിലിൽ പറഞ്ഞു, മേയർ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു, നിന്നാൽ ജയിക്കുന്നറിയാം. എൻ്റെ അമ്മയുടെ കൈകളിൽ കൂടെ വന്ന കുട്ടികളാണ് അവിടെ മുഴുവൻ. അമ്മ ഡോക്ടറായിരുന്നു, ജനറൽ ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ജയിക്കുക അച്ഛൻ്റെയൊക്കെ കൂടെ പേര് വെച്ച് ജയിക്കുന്നറിയാം. പക്ഷേ മേയറാണ്, അനിൽകുമാറാണ് മേയർ എന്നുള്ളത് എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു ക്വാളിഫൈഡ് നല്ലൊരു പേഴ്സണാലിറ്റിയുടെ. പക്ഷെ മേയറുടെ ഇപ്പോഴത്തെ പെരുമാറ്റവും ഭാവങ്ങളും കണ്ട് ഞാൻ വളരെ, അപ്പോൾ ഭയങ്കര ഭരണപക്ഷത്തു നിന്ന് ഭയങ്കര ഡെസ്കിലടിച്ച് കൈയടിച്ച് പാസ്സാക്കി. ഞാൻ മേയറെ പൊക്കുമല്ലേ. അടുത്തത് ഞാൻ പറഞ്ഞു, പക്ഷെ ഇപ്പം ഞാൻ അപമാനം കൊണ്ട് തല കുലിക്കുന്നു. ഉടനെ ഈ പ്രതിപക്ഷത്തിൽ നിന്ന് ഭയങ്കര ഇത്, കാരണം അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്തത്? എൻ്റെ നന്ദകുമാർജിക്ക് അറിയില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന്. കാശിന് മുകളിൽ പരിന്തും പറക്കൂല. അദ്ദേഹത്തിന് ഒരു ഖനിയാണ് കൊച്ചി കോർപ്പറേഷൻ. ഞങ്ങൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കും, ഞാനും പറയും, നമ്മൾ കൊടുക്കുന്ന ടാക്സ് പൈസയൊക്കെ എവിടേക്ക് പോകണു? കുണ്ടും കുഴിയും ആൾക്കാർ. ഒരു മനുഷ്യൻ കേബിൾ തൂങ്ങി എൻ്റെ ഡിവിഷനിൽ ഇങ്ങനെ ശരിക്കും അങ്ങനെ പറയാം, മരിച്ചില്ല, കുടുങ്ങി. അദ്ദേഹം പറയാം, എങ്ങനെയാണ് തൂക്കിക്കൊല്ലുന്നത്, അല്ലെങ്കിൽ നമ്മൾ തൂങ്ങി മരിക്കുമ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലായി എന്നുള്ളത്. ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് മേയർ പറയാം, ഞാൻ അദ്ദേഹത്തിന് വേണ്ട ചികിത്സ നീ കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുത്തോളാം. എത്ര പേർക്ക് ഇങ്ങനെ കൊടുക്കും? എന്നാൽ കേബിൾ മാറ്റാമെന്നല്ല, ഇപ്പോഴും കേബിൾ കിടക്കുന്നുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ് നോക്കണേ. ഞാൻ പോയി പറയും, ചേട്ടാ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചേട്ടാ ചെയ്യുന്നുണ്ട് പത്മജ. കഴിഞ്ഞ കൗൺസിലിൽ ഞാൻ എന്തോ ഹെൽത്തിനെ കുറിച്ച് ഇപ്പോൾ അദ്ദേഹം വേറെ എന്തോ പറഞ്ഞു. ഞാൻ ചേട്ടൻ പറഞ്ഞു, ഒന്നും എനിക്ക് മനസ്സിലായില്ല, ചേംബറിൽ വന്നിരുന്ന് ഞാൻ കേട്ടോളാട്ടോ എന്ന് പൊട്ടിച്ചിരിച്ചു എല്ലാവരും കൂടെ. ഒന്നും ഇവിടെ നടക്കുന്നില്ല. വേസ്റ്റ് ഒന്നും എടുക്കുന്നതെന്ന് ഇപ്പോൾ ഒരു വലിയ മാഫിയായിട്ട് മാറിയിരിക്കുക. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഹരിതകർമ്മസേനക്കാർ പറയും, ലോറി വരും, ആ ലോറിയുടെ എത്ര ലോറിയിൽ നിന്നാണ് ലോഡ്. അപ്പം നടുക്കൊക്കെ ഒഴിഞ്ഞു കിടക്കുക, ഈ കാണുന്ന വശങ്ങളിലൊക്കെ വേസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഇവരിൻ്റെ ഉള്ളിൽ കയറാനും സമ്മതിക്കില്ല. ഇവർ കയറ്റി അടുക്കി വെക്കുമ്പോഴേക്കും പകുതി ലോഡ് പോലും ഇല്ല. ഇപ്പോൾ ലോഡ് കണക്കിന് വണ്ടി പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 4 ലോറി പോകുമ്പോഴേ 1 ലോറി ആവുന്നുള്ളൂ. 4 ലോറിയുടെ കാശ് ഇവർക്ക് മേടിക്കാം. അതുപോലെ ബിൽഡിംഗ് നിർമ്മാണമാവട്ടെ, നമ്മളുടെ പെട്ടിക്കടകൾക്ക് ഒരു ചുമ്മാ ലൈസൻസ് എവിടെയെങ്കിലും വേണമെങ്കിലും പോയി, ലൈസൻസ് പെർമനൻറ്റ് ലൈസൻസ് കിട്ടുന്നവരെ എവിടെ വേണമെങ്കിലും പോയിരുന്നു. ഇതൊക്കെയാണ് ഒരു മെട്രോ നഗരത്തിൽ നടക്കുന്ന. ഒരു ടീം വന്നു വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അവർ തന്ന വലിയൊരു അവാർഡുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ നഗരം ഫുട്പാത്തിൽ നമുക്ക് എന്തും ചെയ്യാം, നമുക്ക് കിടന്നുറങ്ങാം,
വ്യഭിചരിക്കാം, എന്താണ് പെട്ടിക്കടകൾ വയ്ക്കാം, പാർക്ക് ചെയ്യാം, കാറും ജീപ്പൊക്കെ പാർക്ക് ചെയ്യാം. പക്ഷേ നടക്കണത് റോഡിൽ കൂടെ നടക്കണം. റോഡ് മുഴുവൻ കുണ്ടും കുഴിയും. അതിൽ വീണ് കാലൊടിഞ്ഞാൽ എന്താ? നമ്മുടെ തലയിലെഴുത്ത്, ജാതകദോഷം. ഇത് ചെയ്യാൻ നോക്കാൻ വിധിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അവർക്ക് എന്തിനാ? അവർ കൊടുക്കുന്ന പൈസ നമ്മളുടെ ടാക്സ് മണിയല്ലേ. ജനിച്ച് വീഴുന്നൊരു കുട്ടി അതിനെ മുഖം കഴിക്കുമ്പോൾ അയാൾ വെള്ളത്തിൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നില്ലേ? നമ്മളിവിടെ ഇത്രയും ലൈറ്റ് വെച്ചിരിക്കുന്നു, ടാക്സ് കൊടുക്കുന്നില്ലേ? കമേഴ്ഷ്യൽ ടാക്സിൻ്റെ ഇതിലാണ് കൊടുക്കുന്നുണ്ടാവുന്നത് അല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് വേണ്ട സൗകര്യങ്ങൾ തരുന്നില്ല? ഇത്രയും എന്താണ് കോർപ്പറേഷൻ്റെ എന്താ പറയുക സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർക്ക് കാറിൻ്റെ എന്തിനാ? ഞങ്ങൾ കൗൺസിലേഴ്സാണ്. കൗൺസിൽ മീറ്റിങ്ങിന് വരുമ്പോഴെങ്കിലും അവർക്ക് സ്വന്തം വാഹനം ഉപയോഗിച്ചൂടെ? അവർ എന്തെന്ന് ചെയ്യും? എന്ത് മല ഇവിടെ ഇട്ട് മറയ്ക്കണു ഈ കോർപ്പറേഷൻ്റെ കാറിൽ പോയിട്ട്? അതിന് എത്ര രൂപ അവർ ചിലവാക്കുന്നുണ്ട് എന്നിവർ അറിയുന്നുണ്ടോ? കോർപ്പറേഷൻ വരെ അവർ വരട്ടെ, എന്നിട്ട് അവിടെ നിന്ന് അവരുടെ ജോലിക്കുള്ള സ്ഥലത്തേക്ക് പോകാം. ഞങ്ങൾ കൗൺസിലർമാർക്ക് ബസ്സിലോ ഓട്ടോറിക്ഷയിലോ മെട്രോയിലോ കയറി വരാമെങ്കിൽ ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർക്ക് ഈ കൗൺസിൽ ദിവസമെങ്കിലും സ്വന്തം വാഹനം ഉപയോഗിച്ച് എന്തുകൊണ്ട് വരാൻ പറ്റുന്നില്ല? ശരിയാണ്. ഞങ്ങൾ ഇതൊക്കെ ആരുടെ പൈസ? നോട്ട് വെൻഡിങ് മെഷീൻ ഉണ്ടോ? ഏറ്റവും വലിയ കടക്കണിയിലേക്ക് പോകുന്നു. എന്നിട്ട് ആര് നിനക്ക് ഉത്തരം പറയുന്നു? ഇവരേതോ ഒരു മേയർ പറഞ്ഞൊരു കാര്യം എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ നന്ദുമാജി. ഞാനൊരു റെഡ് ലൈറ്റ് ഏരിയ റെപ്രസെൻ്റ് ചെയ്യുന്ന കൗൺസിലറാണ് കേട്ടോ. അപ്പം ഞാൻ മേയർ എന്താന്ന് പറഞ്ഞാൽ സെക്സ് വർക്കേഴ്സ് ഞാനൊരു സൗത്തിലാണ്. ആലുവയിലെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം എല്ലാം രാവിലത്തെ മെട്രോ കയറി ഇവിടെ വരും, വൈകുന്നേരത്തെ മെട്രോ കയറി. വൈകുന്നേരത്തിൽ അവർ വർക്ക്. ഒരു ദിവസം ഞാൻ എൻ്റെ ഓഫീസും ഈ ചിറ്റൂർ റോഡിൽ ഈ റെഡ് സ്ട്രൈറ്റ് ഏരിയയുടെ അവിടെയാണ്. വൈകുന്നേരം ഇറങ്ങുമ്പോൾ 2 സ്ത്രീകൾ അവിടെ നിൽക്കുന്നു. അപ്പം ഞാൻ വളരെ ഡിലിജൻ്റ് ആയിട്ടുള്ള ആളാണല്ലോ, ഞാൻ കൗൺസിലറാണ്. എന്താ വെയിറ്റ് ചെയ്യുന്നത്? എവിടെയെങ്കിലും പോകാനാണെങ്കിൽ ഞാൻ കൊണ്ടാക്കാം. അപ്പോൾ ഞങ്ങൾ വർക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുക. എനിക്ക് തല കത്തുന്നില്ല കേട്ടോ, ട്യൂബ് ലൈറ്റാണ് ഞാൻ ചില സമയത്ത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സെക്സ് വർക്കേഴ്സാണ്, വർക്ക് കാത്തിരിക്കുകയാണ്, നമ്പർ തരുമോ? കൗൺസിലറല്ലേ. ഞാൻ ആ കാറിലേക്ക് ചാടിക്കറി, ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. എങ്ങനെ പറന്നു പോയിന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് എറണാകുളത്ത് ഏറ്റവും സെക്സ് വർക്കേഴ്സ് ഉള്ള ഒരു കാത്തു നിൽക്കുന്ന മണ്ഡല ഒരു വാർഡാണ് എറണാകുളം സൗത്ത് ഡിവിഷൻ. അതെ അതെ, തീർച്ചയായിട്ടും. അതെന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ആവാൻ കാരണം? കാരണം ഈ അന്യദേശ തൊഴിലാളികൾ കോൺസെൻട്രേറ്റ് ചെയ്ത് താമസിക്കുന്ന ഒരു ഡിവിഷനും കൂടിയാണ്. 10-20 പേർക്കും കിടക്കാവുന്ന സ്ഥലത്ത് 80-100 പേരാണ് കിടക്കുന്നത്. പിന്നെ അവിടെ നിന്നുള്ള വരുന്ന മാലിന്യങ്ങൾ കേക്ക് പോലെയാണ് നമ്മളുടെ കാന നിറഞ്ഞു കിടക്കുന്നത്. ഒന്നിനും ലൈസൻസ് ഇല്ല. എൻ്റെ DLR വർക്കേഴ്സ്, എൻ്റെ ഹരിതകർമ്മ സേനാംഗങ്ങളെ കുറിച്ച് അയച്ച് ഞാനൊരു സർവേ നടത്തി. പിന്നെ അതിന് കേസ് വരുമെന്ന് അറിയില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാനത് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ അനുവാദം മേടിച്ചിട്ടാണ് ചെയ്തത്. അവർക്ക് തന്നെ ആൾക്കാരില്ല. ഏകദേശം എത്ര സെക്സ് വർക്കേഴ്സ് ആ ഏരിയയിൽ ഉണ്ടാവും? ആ ഏരിയയിൽ എങ്ങനെ പോയാലും ഒരു 50-ൽ കുറയാത്ത ആൾക്കാരുണ്ടാവും. ഒരു ദിവസം എനിക്ക് എല്ലാവരും മുഖപരിചയമാണ്. ഇപ്പോൾ എല്ലാവരും അക്ക എന്നൊക്കെ വിളിക്കും എന്നെ. അപ്പോൾ ഒരു അക്കയല്ല, എൻ്റെ ഒരു തങ്കച്ചി, എന്നെ അക്കാന്ന് വിളിക്കുമ്പോൾ തങ്കച്ചി. അവര് പൊതുപ്രവർത്തകയാണല്ലോ, പത്രപ്രവർത്തകയായിരുന്നു. ഏത് സാഹചര്യത്തിലാണ് അവർ ഇങ്ങനെ സെക്സ് വർക്കേഴ്സായി മാറി? ഈസി മണി എവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ ഒരു തമിഴത്തി പെണ്ണും ഞാനും തമ്മിൽ ദിവസവും ഗുസ്തിയാണ്. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ ഇത്രയും കട്ടിയുള്ള കേബിള് SRV സ്കൂളിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടിങ്ങനെ ഊഞ്ഞാലാടുകയാണ്. അതിലിരുന്നിട്ട് എല്ലാവരുടെയും കയ്യിൽ ഒറ്റ സിംഗിൾ ലോട്ടറി ടിക്കറ്റും ഉണ്ടാകും കേട്ടോ. അതൊക്കെയാണെന്നിരിക്കും ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്. എന്ന് വെച്ചാൽ എന്നാ പണ്ടത് ഇത് കീഴെ വീണാൽ നീ പോകും, ഞങ്ങൾക്ക് രാത്രി ഒന്നും ലൈറ്റ് ഉണ്ടാവില്ല, തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു പ്ലാസ്റ്റിക് സ്റ്റൂൾ ഇട്ട് അതിലിരിക്കുക, ഇത് ഓക്കെ വാക്കാം, ഞാൻ നീ പോകുമ്പോൾ നിൻ്റെ വർക്കിന് മുമ്പ് ഇതും കൂടെ കൊണ്ടുപോകണം, ഇനി ഇത് കാണാണ്ട് പോയിരുമ്പോൾ 4 പോലീസ് കേസ് കൊടുക്കരുത്. ഒരു നല്ല മാഡം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ട്രെയിനിങ്ങിന് വിളിക്കാം. മാഡം പറയും, പത്മജ എന്നെ വിളിക്കല്ലേ, എനിക്ക് മജിസ്ട്രേറ്റിൻ്റെ ഹൈക്കോടതിയുടെ മുമ്പിൽ പോയിന്നും മതിയായി. ഇത് ലീഗലാണ്. അൺലെസ് ദേ കംപ്ലെയിൻ അത് ലീഗലാണ്. അപ്പം ഞാൻ ഇവരെയൊക്കെ അടിച്ച് അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെ ചേർത്ത് കൂട്ടി അവരെ ബസ്സിലും ഓട്ടോറിക്ഷയിലൊക്കെ കയറ്റി വിടും. അവരപ്പുറത്ത് പോയി ഇറങ്ങിയും കൂടേക്ക് വരും. അപ്പോൾ ഇതുപോലൊരു മണിപ്പൂരി എന്തോ ഒരു കുട്ടിയാണ്. ആ കുട്ടി എപ്പോഴും ഞാൻ കാണും. എൻ്റെ അടുത്ത് ആദ്യം കണ്ടപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? എന്ത് ജോലിയും ചെയ്യും. അപ്പം ഞാൻ അമ്മയ്ക്ക് വയ്യ, അമ്മയുടെ ഹോം നേഴ്സായിട്ട് നിൽക്കാമോ, 25,000 രൂപ തരാം. തന്നെ ഇത് കാണിക്കൂ, നമ്മുടെ ആധാർ കാർഡ്, അത് ഇതിലിരിക്കും, ഫോണിലിരിക്കുക. ഫോൺ നോക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല, എന്തോ ഒരു സാധനം. ആ പെണ്ണെ ഞാൻ എപ്പോഴും കാണുന്ന കേട്ടോ, നല്ല ചുമന്ന ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്. അപ്പോൾ ഒരു ദിവസം ചോദിച്ചാൽ പറഞ്ഞു ആലുവയിലാണ്
വീട് നമ്മൾ ആലുവയിൽ ഈ പണി കിടക്കില്ല, ഈ പണി എല്ലായിടത്തും കിടക്കില്ല, എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? അവിടെ ആ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഭയങ്കര സ്ട്രിക്റ്റാണ് അവിടുത്തെ ആൾക്കാർ. കുട്ടികൾ അപ്പോൾ ഞാൻ ഇവിടെ പുറകെ നടന്ന് ഇവിടെ മെട്രോ സ്റ്റേഷനിൽ കയറി, ഞാനും പുറകെ കയറി. അപ്പം മഹാരാജാസ് ടിക്കറ്റ് എടുക്കുക, ഞാൻ വേഗം ഒരു 100 രൂപ ഇട്ടു ആ കൗണ്ടറിലേക്ക്. ആലുവ എന്ന് പറഞ്ഞു. നീ മഹാരാജാസിൽ ഇറങ്ങിയ ഞാൻ അവിടെ ഉണ്ടാകും, എൻ്റെ ഡിവിഷനിൽ ഇത് പറ്റില്ല, നീ വേറെ എവിടെ വേണമെങ്കിലും പോയി ചെയ്തോ, നീ ആലുവയ്ക്ക് തിരിച്ചു പോയില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ടിക്കറ്റ് ആലുവയ്ക്കാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്, കയറ് എന്ന് പറഞ്ഞു. പിന്നെ നമുക്കൊരു ഇതുവരെയല്ലേ പോകാൻ പറ്റുള്ളൂ. അവളെ അടഞ്ഞ് ഉള്ളിലേക്ക് കയറുന്നവരെ അവിടെ കാത്തു നിന്നു. അടുത്ത് മഹാരാജാസിന് ടിക്കറ്റ് എടുത്തേക്കുക. അപ്പോൾ ഞാൻ പുറകെ ചെന്നില്ലായിരുന്നെങ്കിൽ നീ ഇറങ്ങി വാ മഹാരാജാസ്, ഞാൻ അവിടെ കിടപ്പുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോലീസുകാർ എറണാകുളം സൗത്ത് ഡിവിഷൻ ഇതിന് തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഈ അന്യദേശ തൊഴിലാളികൾ സംഘം കൂടി ജീവിക്കുന്ന അവിടെയാണ്, ട്രെയിൻ ഇറങ്ങി അവർ വരുന്നത് അവിടേക്കാണ്. ആ ഒരു കാരണം കൊണ്ടാണ്. ഒരു കാര്യം പറയാൻ ശ്രമിക്കണം, അത് പറഞ്ഞു. നമ്മുടെ മേയറോട് ഞാനൊരു കൗൺസിലിൽ പറഞ്ഞു, നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, ഒരു പ്രത്യേക തരത്തിലെ ഹാൻഡ് ബാഗ് വെച്ച് നമ്മൾ തന്നെ നടക്കുകയാണെങ്കിലും നമ്മൾ ഈ സെക്സ് വർക്കേഴ്സാണെന്ന് വിചാരിച്ച് ആൾക്കാർ പുറകെ വരുന്നു. അപ്പം ഞങ്ങളുടെ ഡിവിഷനിൽ എല്ലാവരും തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആണ്. ഭർത്താവ് വന്ന് ഭാര്യ വരുന്ന സമയത്ത് കാത്തു നിൽക്കും, ചേട്ടൻ വന്ന് അനീതിക്ക് വേണ്ടിയോ ചേച്ചിക്ക് വേണ്ടിയോ കാത്തു നിൽക്കും. ഭയങ്കര ബോണ്ടിങ് ആയി കേട്ടോ. ഇത് കാരണം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഒരു സമയം കഴിഞ്ഞാൽ. അപ്പം മേയറോട് ഞാൻ പറഞ്ഞു, ഭയങ്കര കഷ്ടമാണ്, ഞങ്ങൾക്ക് പെട്രോളിങ് ഇവിടെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മേയർ പറഞ്ഞു, പത്മജി എന്തായി പറയണേ, 30 കൊല്ലം മുമ്പ് ഞാൻ തേവര കോളേജിൽ പഠിക്കുമ്പോൾ ബസ്സിൽ കൂടെ അവിടെ പോകുമ്പോൾ അപ്പോഴും ഈ സ്ഥിതി അവിടെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇപ്പം എന്താ, ഞാൻ മേയർ അന്ന് എങ്ങനെ പോയി എന്നാ പറഞ്ഞേ? ബസ്സിൽ. ഇപ്പോൾ കൊടി വെച്ച മേയറിന് എഴുതിയ എയർ കണ്ടീഷൻഡ് ഇന്നോവയിൽ ഡ്രൈവറുമായിട്ട് പോകുന്നു. അപ്പോൾ സ്ഥിതി മേയറുടെ മാറി, ഇവിടുത്തെ സ്ഥിതി മാറാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താ ന്യായം? ഇവർ പറയും, അതായത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നില്ലേ, അപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണം മോശമായതുകൊണ്ടല്ലേ ഇവർ വന്നേ. ഈ സ്ഥിരം ഞാൻ ഈ നമ്മുടെ ഇതിൽ കേൾക്കുന്നതാണ്, നിങ്ങൾ ഭരിച്ചപ്പോൾ എന്തായിരുന്നു, അത് തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് ഇവർ കയറിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും മോശമാവാൻ വേണ്ടിയിട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പം പിന്നെ മേയർ എന്നൊരു കാര്യം ചെയ്യൂ, ചിന്മയാനന്ദ റോഡ് എന്ന പേര് മാറ്റാം, റെഡ് സ്ട്രീറ്റ് ഏരിയ എന്നാക്കാം, ഇവിടെ മാത്രമാക്കാം, നമുക്ക് കോർഡൺ ഓഫ് ചെയ്യാം, വേറെ ആരും വരണ്ട. അവിടെ പരസ്യമായിട്ട് ബെഡും റൂമുകളൊക്കെ നമുക്ക് ഒരു ഷീ ലോഡ്ജൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ ലോഡ്ജും നമുക്ക് കോർപ്പറേഷൻ്റെ വക അങ്ങ് തുടങ്ങി കൊടുക്കാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്ത് പറഞ്ഞാലും നിൽക്കൂ കേക്കൂ വരട്ടെ ഞാൻ പറയട്ടെ എന്ന് പറയും. പറയുന്നത് എന്താ? ഒരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത കാര്യങ്ങൾ. 30 കൊല്ലം മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം ഒരു ഗൃഹസ്ഥനായില്ലേ, 2 പെൺകുട്ടികളുണ്ടെന്ന് എപ്പോഴും വലിയ അഭിമാനത്തോടെ പറയും. ആ പെൺകുട്ടികൾക്ക് മേയറുടെ പ്രൊട്ടക്ഷനിലാണ്ട് സ്വസ്ഥമായിട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ഡിവിഷനിൽ ഏതോ ലോകത്ത്, പുകയുടെ ലോകത്താണ് ജീവിതം മുഴുവനും. ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഇത് രോഗികളാണ്, പയാലിസിസ് ഒക്കെ വന്ന് ഒരു പിടുത്തില്ലാണ്ട് നടക്കാൻ പറ്റില്ല. പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയുടെ തോളിൽ തൂങ്ങി ഇങ്ങനെ, ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയുടെ തോളിൽ തൂങ്ങി ഇങ്ങനെ, അല്ലെങ്കിൽ ആരെയും കെട്ടിപ്പിടിച്ച്. ഇവർ നമ്മൾ അങ്ങനെയാണ് ഇവരുടെയൊക്കെ ജീവിതം. എന്താണ് നന്ദുമാജി, നിങ്ങൾ അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് ചെയ്യണം. ഭയങ്കര ശരിക്കും ഞാൻ പലയിടത്തും പറഞ്ഞ എൻ്റെ മോളുണ്ടായിരുന്നു, മരിച്ചു പോയില്ല, ഞാൻ ആശ്വാസം കൊള്ളുന്നത് ഒരു കൗൺസിലറായതിനു ശേഷം. ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല മോള് മരിച്ചോളെ എങ്ങനെ ഇരിക്കും ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട്. ഇപ്പം എനിക്ക് ആശ്വാസമാണ് മോള് മരിച്ചതിൽ. അല്ലെങ്കിൽ ഞാൻ വളരെ ഭീകരമായ ഒരു കാര്യമാണ് പറയുന്നത്. പത്മജ യസ്മാനെ പോലെ സോഷ്യൽ പ്രവർത്തക, BJPയുടെ അഖിലേന്ത്യാ സെക്രട്ടറി എന്നാണ് ആയിരുന്നു. അതെ, ആയിരുന്നല്ലോ. അതുവരെ എത്തിയ ആളല്ലേ. മാത്രമല്ല എത്ര ധീരയായ പോരാട്ട നായിക. സ്വന്തം മകൾ മരിച്ചത് സന്തോഷിക്കുന്നു എന്ന് ആശ്വസിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ഇവിടെ നടക്കുന്ന അനാശാസ്യം കണ്ടിട്ട് വിശ്വസിക്കില്ല. ഒരു എന്താണ്, എൻ്റെ റോഡിൽ തന്നെ, എൻ്റെ ഡിവിഷനിൽ തന്നെ ഞാൻ ഇങ്ങനെ പോകും, കറങ്ങി നടക്കും. ആദ്യമൊക്കെ സൈക്കിളായിരുന്നു, പിന്നെ അത് ആരോ കള്ളം കട്ടുകൊണ്ടുപോയപ്പോൾ സ്കൂട്ടറിൻ്റെ പുറകിൽ എനിക്കൊരു നല്ല മിടുക്കിയായിട്ടുള്ള ഒരു സെക്രട്ടറി ഗേൾ ഉണ്ട്. അവളുടെ സ്കൂട്ടറിൻ്റെ പുറകിൽ ഹെൽമെറ്റൊക്കെ വെച്ച് പോകും, അല്ലെങ്കിൽ ഞാൻ തന്നെ കാർ ഓടിച്ചുകൊണ്ട് പോകും. ഇവർ ഞാൻ കടിച്ചലും DYFIക്കാരെന്നപ്പോൾ എൻ്റെ കാറിൽ തലങ്ങും മലങ്ങും പോയിക്കൊണ്ടിരുന്നു അവരുടെ മുമ്പിൽ കൂടെ തന്നെ. എനിക്കതൊന്നും പ്രശ്നം, എപ്പോഴാണെങ്കിലും മരിക്കും. ധീരമായിട്ട് മരിച്ച വെള്ള പൂക്കളുള്ള റീത്ത് കൊണ്ടുവരണേ, അതെനിക്ക് നിർബന്ധം കേട്ടോ. ചുമപ്പ് കൊണ്ടുവരരുത്, ചുമന്ന പൂക്കൾ TPM പറ്റൂല. ഓക്കെ, ഏറ്റവും അപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ നടക്കുകയാണ്, അണ്ടർ ഗാർമെൻറ്റ്സ് മാത്രം, ബ്രേസറും ചെറിയ ഒരു അണ്ടർവെയറും ഉണ്ട്. ബ്രേസറാണെങ്കിൽ ഫുൾ ഓപ്പൺ ആയിട്ട് നല്ല സെക്സി ആയിട്ട് ഏതോ ലോകത്തല്ലാണ്ട് ഇങ്ങനെ വരാന്തിൽ കൂടെ നടക്കൂലല്ലോ, റോഡിനെ ഫേസ് ചെയ്തിട്ട്. കയ്യിലൊരു മൊബൈലും ഉണ്ട്. ഞാൻ താഴെ നിന്ന് കൈ കൊട്ടി, അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി, ഇങ്ങനെ ഞാൻ മോളെ എന്താ ഇത്,
എന്ന് ചോദിച്ചു. താഴെ നിന്ന് ഉറക്കെ, ഫസ്റ്റ് ഫ്ലോറിലല്ലേ ഇവിടെ. എൻ്റെ തന്തയ്ക്കില്ലാത്ത പ്രശ്നം നിനക്ക് എന്താടീന്ന്, എൻ്റെ പ്രായം. അപ്പം ഞാൻ തള്ളയായിപ്പോയി മോളെ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ ഉണക്കാൻ നടക്കുക, മുറി കയറ്, ഫാൻ ഇടാൻ നമുക്ക്, ഞാനും കൂടെ ആൻറ്റിയും കൂടെ ഒന്ന് വീശിത്തരാം, പെട്ടെന്ന് ഉണക്കിയെടുക്കാം എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ ഓരോ സ്ഥലത്തും എൻ്റെ അടുത്ത് പറയുമ്പോൾ നമുക്ക് മതിലിൻ്റെ മുകളിലൊക്കെ കുപ്പിച്ചില്ല് കയറ്റി വയ്ക്കാം. പണ്ട് ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അനന്തശയനം. എല്ലാവരും ഇപ്പോൾ എന്താണ് വൈഷ്ണവ ഭക്തന്മാരാ, എല്ലാ മതിലിൻ്റെ മുകളിൽ അനന്തശയന. കുടിച്ച് ഫിങ്ങായിട്ട് ഈ അടുത്ത കൗൺസിലിൽ ഞങ്ങൾ പറയാൻ തീരുമാനിച്ചേക്കാം, ആൾക്കാർക്ക് ഇരിക്കാനുള്ള കസേരകളുണ്ടല്ലോ, അത് വേണ്ട റോട്ടിൽ. അതിലൊക്കെ ഈ പബ്ലിക് ആക്ടർ, നമ്മൾ സിനിമകളൊന്നും കാണാൻ പോകേണ്ട ആവശ്യമില്ല. പണ്ട് അഡൽട്സ് ഉള്ളി സിനിമകളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഇവിടെ വന്നാലേ കാണാം. നമ്മൾ പുറമേ നടക്കുന്ന വ്യഭിചാരത്തെക്കുറിച്ചും റെഡ് സ്ട്രീറ്റ് പോലുള്ള അവസ്ഥയെ കുറിച്ചിട്ടാണ് ആ മണ്ഡലത്തെ കുറിച്ച് പറയുന്നത്. എന്നാൽ നമ്മൾ എനിക്ക് തോന്നുന്നു സെന്റ് തെരേസ് കോളേജൊക്കെ ഇതിൽ പെട്ടതാണോ? അതെ, അല്ലേ, സെന്റ് തെരേസിലെ ലോ കോളേജ്, മഹാരാജാസ് കോളേജ്, ഗേൾസ് ഹൈസ്കൂൾ, SRB, പിന്നെ കോടതി, കോർപ്പറേഷൻ ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ, KSRT ബസ് സ്റ്റാൻഡിന്റെ യാർഡ്, ബോട്ട് ജെട്ടി, 2 പാർക്കുകൾ, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, അതെ, ഹെഡ്ക്വാർട്ടേഴ്സ്, BJPയുടെ ഓഫീസ്, എന്താണ് CPMന്റെ ഓഫീസ്, അവരുടെ ഡിസ്ട്രിക്ട് ഓഫീസ്, പിന്നെ കോൺഗ്രസിന്റെ ജില്ലാ ഓഫീസിലെ മെയിൻ ഓഫീസ്, ജില്ലാ ഓഫീസാണ് മെയിൻ ഓഫീസ്, എറണാകുളത്തെ മെയിൻ ഓഫീസ്, ജനറൽ ആശുപത്രി എല്ലാമുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എറണാകുളം കോർപ്പറേഷനിലെ ഏറ്റവും സുപ്രധാനമായ കോർപ്പറേഷൻ അടക്കം, അല്ലെ? അതെ, കോർപ്പറേഷൻ അടക്കം ഓഫീസ് അടക്കം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും അധികം വലിയ വ്യഭിചാര സ്ഥലം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സമ്മതിക്കൂ. അതായത് ഒരു ദിവസം ഞാൻ കോർപ്പറേഷന്റെ മുമ്പിൽ ഡ്രഗ് ഫ്രീ ഡിവിഷൻ എന്നൊക്കെ പറഞ്ഞ് സാനു മാസ്റ്റർ എല്ലാ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ വിളിച്ച് ഒരു പരിപാടി നടത്താനായിട്ട് എൻ്റെ ഉള്ള ഇതൊക്കെ ഒട്ടിച്ച് വയ്ക്കാനായിട്ട് നിൽക്കുമ്പോൾ ഒരു ചെക്കനും പെണ്ണും ഇവിടെ നിന്നോ ഇങ്ങനെ വന്നിട്ട് കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ നിന്ന് ഉമ്മ. എന്ത് ചെയ്യാൻ പറ്റും? ഇടപെട്ട സദാചാര പോലീസിങ് അല്ലേ, എന്താ ആചാരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? ഉമ്മ വെച്ചോണ്ട് നിൽക്കണു. ഞാൻ പതുക്കെ അവളുടെ ഡ്രസ്സിൽ പിടിച്ച് വെച്ചിട്ട് ഒരു പരിപാടിക്ക് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനൊരു അമ്മയല്ലേ. അപ്പോൾ പോലീസുകാരെന്നോട് പറയും, ആൺകുട്ടികൾക്ക് ഞങ്ങൾ നോക്കണേണ്ട കുറച്ച് പേടിയുണ്ട്, പെൺകുട്ടികൾക്ക് ഒരു പേടി. നേരെ തിരിഞ്ഞെന്ന് മൊബൈലിൽ അവരുടെ നെയിം പ്ലേറ്റും കൂടെ വരുന്ന പോലെ, മുഖം കാണുന്ന പോലെ ഫോട്ടോ എടുക്കുക. പിറ്റേ ദിവസം ഓഫീസിൽ ചെല്ലുമ്പോൾ ഒന്നുമില്ലെങ്കിൽ സസ്പെൻഷൻ, അല്ലെങ്കിൽ കാസർഗോഡേക്ക് ഡിസ്മിസിൽ. അപ്പം ഞാൻ താമസിക്കുന്ന പനമ്പള്ളി നഗറിൽ, അതാണ് കേട്ടോ ഭയങ്കര ഇതിനെക്കാട്ടിലും, പക്ഷെ കുറച്ച് ഏരിയ പണ്ടേ പനമ്പള്ളി നഗറിലായിരുന്നു. അപ്പം ജനിച്ചതൊക്കെ MG റോഡിലാണ്. അതിപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പനമ്പള്ളി നഗറിലാണ്. മഹാരാജ ഫാമിലി ആയിട്ട് ഇല്ല, ഞങ്ങൾ ശ്രീകണ്ഠത്ത് തറവാടെന്ന് പറയും, പഴയ തറവാടാണ്.